മണിയാർ വിഷയത്തിൽ സർക്കാരിൽ ഭിന്നത സ്ഥിരീകരിച്ച് വൈദ്യുത മന്ത്രി. മണിയാർ ജലവൈദ്യുത പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ നിലപാടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. എന്നാൽ കരാർ നീട്ടണമെന്ന് വ്യവസായ വകുപ്പും പറയുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അതെല്ലാം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടി CMന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ശേഷം തീരുമാനിച്ചിട്ടില്ലല്ലോ. തീരുമാനിക്കാതെ നിങ്ങൾ എങ്ങനെ അത് തീരുമാനിച്ചു എന്ന് പറയുന്നത്? തീരുമാനിച്ചിട്ടില്ല. KECBയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഗവൺമെന്റിന്റെ അഭിപ്രായമല്ല. അത് ഇതെല്ലാം കൂടി ചർച്ച ചെയ്തിട്ട് പൊതുവായിട്ട് വ്യവസായങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ എന്ത് ചെയ്യണം അതെല്ലാം കൂടി നോക്കിയിട്ടേ ചെയ്യും. വ്യവസായത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ രാജീവ് മിനിസ്റ്ററല്ലേ ചെയ്യേണ്ടത്? അവരുടെ പ്രോത്സാഹനം കിട്ടാൻ അദ്ദേഹമാണല്ലോ ചെയ്യേണ്ടത്. ഇലക്ട്രിസിറ്റിയുടെ വിഷമം നമ്മൾ പറയും. ഇപ്പൊ രണ്ടും കൂടി ഒരു തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രിക്കല്ലേ അധികാരമുള്ളൂ. അത് അദ്ദേഹം. മുഹമ്മദ് സലാം കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം RB സനൂപും. ആദ്യം സലാം, ഈ സർക്കാർ ഏറ്റെടുക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകളുടെ ആവശ്യത്തെ പിന്തുണയ്ക്കുകയാണോ വൈദ്യുതി വകുപ്പ്? നിഷാദ്, KECBക്ക് ആ നിലപാടുള്ളതെന്നാണ് വൈദ്യുതി മന്ത്രി ഇന്ന് പറഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഈ പദ്ധതി ഏറ്റെടുക്കണം, ഈ കരാർ നീട്ടിക്കൊണ്ടുപോകരുത് എന്നുള്ള നിലപാടാണ് KECBക്കുള്ളത്. അതേസമയം വ്യവസായങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് വ്യവസായ വകുപ്പ് കരാർ നീട്ടിക്കൊണ്ടുപോകണം എന്ന ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളത്. ഈ രണ്ട് തീരുമാനങ്ങളാണുള്ളത്. ഒന്ന്, KECBക്ക് കരാർ നീട്ടിക്കൊണ്ടുപോകരുത്, പദ്ധതി സർക്കാർ ഏറ്റെടുക്കണം. എന്നാൽ വ്യവസായ വകുപ്പിന് പദ്ധതി നീട്ടിക്കൊണ്ടുപോകണമെന്ന ഒരു നിലപാടാണുള്ളത്. ഈ രണ്ട് നിലപാടും മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തും. ഇതിനുശേഷം മുഖ്യമന്ത്രിയാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഈ രണ്ട് വകുപ്പുകൾ തീരുമാനിച്ചിട്ടുള്ള രണ്ട് ഭിന്നാഭിപ്രായങ്ങളാണ് വിവരങ്ങൾ നൽകിയത്. RB സനൂപ് തിരുവനന്തപുരത്ത് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് സനൂപാണ്. സനൂപ്, ഇപ്പോൾ വൈദ്യുതി വകുപ്പിന്റെ ഈ നിലപാട് ഈ പ്രശ്നത്തിലെ സങ്കീർണത വിളിച്ചു വരുന്നതും വ്യക്തമാക്കുന്നതും ഭിന്നത വ്യക്തമാക്കുന്നതുമാണ്. സത്യത്തിൽ ഈ പ്രശ്നത്തിന്റെ ആഴം എന്തുമാത്രമാണ്? നിഷാദ് റാവുത്തർ, ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള ഭിന്നത അതാദ്യം വാർത്തയാക്കിയത് മീഡിയ വൺ തന്നെയാണ്. കാരണം വ്യവസായ വകുപ്പാണ് ഈ മണിയാർ പദ്ധതി, ജലവൈദ്യുത പദ്ധതി, അത് കാർബറാൻഡം യൂണിവേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് തന്നെ നൽകണം, കരാർ നീട്ടി നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. പക്ഷേ അപ്പോഴും KECBക്ക് തന്നെ നൽകണമെന്നുള്ള വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു വൈദ്യുത വകുപ്പ്. മുഖ്യമന്ത്രി തന്നെ വിളിച്ച സ്മാർട്ട് സിറ്റി യോഗത്തിൽ ഈ പറയുന്ന രണ്ടുപേരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അന്തിമമായിട്ടുള്ള തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി എന്നാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 1991 ഈ പദ്ധതിയുടെ ബന്ധപ്പെട്ട് 30 വർഷത്തേക്ക് കരാർ ഒപ്പിടുകയും 1994 മുതലാണ് ഈ പദ്ധതി ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത്. 12 മെഗാവാട്ടിന്റെ പദ്ധതിയാണ്. അത് ഈ കാർബറാൻഡം കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഈ പ്ലാന്റ് നിർമ്മിച്ചതെങ്കിലും അതിൽ നിന്ന് KECBക്കും വൈദ്യുതി നൽകുന്നുണ്ട്. ഈ കരാർ ഡിസംബറിൽ അവസാനിക്കുമ്പോൾ ഈ പ്ലാന്റ് മൊത്തത്തിൽ KECBക്ക് ലഭിക്കേണ്ടതായിരുന്നു, സർക്കാർ ഏറ്റെടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതാണിപ്പോൾ വ്യവസായ വകുപ്പിന്റെ കടുംപിടുത്തത്തെ തുടർന്ന് കാർബറാൻഡം യൂണിവേഴ്സൽ ലിമിറ്റഡ് അഥവാ മുരുകപ്പ ഗ്രൂപ്പിന് തന്നെ നൽകാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതിന്റെ മിനിറ്റ്സ് അടക്കം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിവാദമായ പശ്ചാത്തലത്തിൽ, കാരണം പ്രതിപക്ഷം അടക്കം ഏറ്റെടുക്ക വിഷയമായതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ സർക്കാർ മന്ദഗതിയിൽ പോവുകയാണ്. എന്നാലും വ്യവസായ വകുപ്പ് കടുംപിടുത്തം പിടിക്കുന്നുണ്ട്. CPM തന്നെ ഭരിക്കുന്ന വകുപ്പ് കൂടിയാണ് വ്യവസായ വകുപ്പ്. അതുകൊണ്ട് കാർബറാൻഡം കമ്പനിക്ക് കൊടുക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ ഈ CPP പ്രോജക്റ്റാണ്, അതായത് ഒരു വ്യവസായം നിലനിൽക്കുന്നതിന് വേണ്ടി അവരുടെ ആവശ്യത്തിന് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് ബാക്കി വരുന്ന വൈദ്യുതി KECBക്ക് കൂടി നൽകുന്ന പദ്ധതിയാണ്. അങ്ങനെ രണ്ട് പദ്ധതിയാണ് KECBക്ക് കീഴിലുള്ളത്. ഒന്ന് ഈ പറയുന്ന പോലെ മണിയാറും മറ്റത് ഒരു പദ്ധതിയും കൂടെ ഉണ്ട്. അങ്ങനെ മൊത്തം ഈ രണ്ട് പദ്ധതി CPPയിലും അതുപോലെ ഇൻഡിപെൻഡന്റ് പവർ പ്രൊഡ്യൂസേഴ്സായിട്ട് മറ്റ് 9 പദ്ധതികൾ കൂടി ഉണ്ട്. അപ്പോൾ ഈ മണിയാറിന്റെ പദ്ധതി നീട്ടി നൽകുകയാണെങ്കിൽ സമാനമായിട്ടുള്ള ആവശ്യം കുത്തുങ്കൽ അടക്കമുള്ള മറ്റ് ജലവൈദ്യുത പദ്ധതികൾ അതിൻ്റെ സ്വകാര്യ കമ്പനികളും ആവശ്യപ്പെടും. അങ്ങനെ കരാറുകൾ നീട്ടി നൽകുകയാണെങ്കിൽ അത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടി തെറ്റായിട്ടുള്ള ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്നുള്ള ഒരു പ്രതിധ്വനിയാണ് വൈദ്യുതി വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുള്ളത്. അതുവഴി KECBക്ക് വലിയ നഷ്ടമുണ്ടാകും. KECBക്ക് സൗജന്യമായിട്ട് ലഭിക്കേണ്ട വൈദ്യുതി അത് വീണ്ടും പണം കൊടുത്ത് വാങ്ങിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തുമെന്നുള്ള ആശങ്ക അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയോടും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് മണിയാർ പദ്ധതി സർക്കാർ തന്നെ ഏറ്റെടുക്കണം, KECBക്ക് തന്നെ ഇത് നൽകണം. നിലവിലിപ്പോൾ 25 വർഷത്തേക്ക് കൂടി ഇതിന്റെ കരാർ നീട്ടണമെന്നൊരാവശ്യം നേരത്തെ തന്നെ കാർബറാൻഡം കമ്പനിയും ആവശ്യം ഉന്നയിച്ചിരുന്നു. അവർ KECBക്കും ചീഫ് സെക്രട്ടറിക്ക് അടക്കം കത്ത് നൽകിയത്. പക്ഷേ 2 തവണ KECB ഇതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചീഫ് സെക്രട്ടറിക്കും കത്ത് നൽകിയിരുന്നു.
കാർബോറണ്ടം കമ്പനി പറയുന്നത് 2018-ലെയും 2019-ലെയും പ്രളയ സമയത്ത് അവർ ഈ പറയുന്ന പ്ലാന്റിൽ ഉണ്ടായ നഷ്ടങ്ങൾ മറ്റുമൊക്കെ അറ്റകുറ്റപ്പണി നടത്തി, അതുവഴി അവർക്ക് കുറേ തുക ചിലവായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതി കുറച്ചു കാലത്തേക്ക് കൂടി നീട്ടിക്കളക്കണമെന്ന ആവശ്യം കാർബോറണ്ടം കമ്പനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ KCB ഒരു തരത്തിലും വഴങ്ങുന്നില്ല. അതിനിടയിലാണ് വ്യവസായ വകുപ്പും ഇടപെട്ട് ഇത് സ്വകാര്യ കമ്പനിക്ക് തന്നെ നൽകണമെന്ന ആവശ്യവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്ലാന്റ് സ്വകാര്യ കമ്പനിയുടെ കയ്യിൽ തുടരണം എന്ന നിലപാട് വ്യവസായ വകുപ്പിനുണ്ട്. പക്ഷേ വൈദ്യുതി വകുപ്പിന് അതില്ല. പ്രതിപക്ഷം ഉന്നയിച്ച പ്രശ്നം കൂടുതൽ വലുതാകും വിധത്തിലുള്ള ഭിന്നത സർക്കാരിനകത്തുനിന്ന് പ്രകടമാണ്. RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്.